നിറമോലും തീരി നെറുകയിൽ ചൂടിയ യദുകുലനാഥൻ ഇന്നു വരും കണ്ണീരിലലിയാത്ത ചുടു കണ്ണീരിലലിയാത്ത എന്റെ ദുഃഖം എന്റെ നുണ്ണിക്കണ്ണന്റെ കാൽക്കൽ ഞാൻ സമർപ്പിച്ചിടും. കണ്ടില്ലെന്നു നടിച്ചേക്കാം ഗുരുവായൂരപ്പൻ എന്നെ ഒന്ന് കണ്ടില്ല, എന്റെ ഈ നാമങ്ങളൊന്ന് കേട്ടില്ല എന്ന് നടിച്ചേക്കാം. കള്ളനല്ലേ കള്ളനല്ലേ മായ കണ്ണനല്ലേ. ഓരോ ഭജന സമിതിയോടുള്ള അപേക്ഷ ഇതാണ്. ഒരു ഷോളും ഒരു മുണ്ടും ഒരു സൗണ്ട് സിസ്റ്റവും ഒരു വണ്ടിയായ ഭജന സമിതി അറിയാം. അതിന് നിത്യം അഭ്യാസം, ദിവസവും ഭഗവാനെ ഉള്ളു തുറന്നു വിളിക്കണം. ഒരു നോട്ടുമാലയോ ഒരു പൂമാലയോ കിട്ടിയാലൊന്നും ഒരു ഭജനാചാര്യനെ ആവില്ല. ഇത് ഞാൻ എനിക്ക് എന്റെ ഗുരുക്കന്മാർ പറഞ്ഞതെന്ന് തിരിച്ചു പറയുന്നു. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നു എന്ന് കുറ്റപ്പെടുത്തുന്നതല്ല. ഓരോ വേദികൾ പിന്നിടുമ്പോഴും നമ്മൾ വിനയാനിതരായിട്ട് മുന്നോട്ട് പോകണം. അതെന്റെ ഒരു അപേക്ഷയാണ്. കാരണം കോട്ടയം ജില്ലയിലെ എത്ര ഭജന സമിതി ഉണ്ടോ, എത്ര പ്രോഗ്രാം വേണമെങ്കിലും ഇന്ന് എനിക്ക് അവർക്കൊക്കെ തരാനുള്ള ഒരു പ്രശസ്തി നിങ്ങൾ അനുഗ്രഹിച്ചു തന്നിട്ടുണ്ട്. തൃശ്ശൂർ വന്നിട്ട് പാടണം, വരൂ, ഒരു പ്രോഗ്രാം തരാം, എത്ര ഭജന സമിതിക്ക് വേണമെങ്കിലും. പക്ഷെ അത് നാമസങ്കീർത്തനത്തിന്റെ വഴിയിൽ വളരെ ആത്മാർത്ഥമായിരിക്കണം എന്നൊരു അപേക്ഷയുണ്ട്. അതുകൊണ്ട് കൃഷ്ണനെ വിളിക്കുന്നത് എന്ന് ഭജന സമിതിയാണ്. കണ്ടില്ലെന്നു നടിച്ചേക്കാം വിശ്വരൂപൻ എന്നെ ഒന്ന് കണ്ടില്ല, എന്റെ ഈ ത്യാഗങ്ങളൊന്നും കണ്ടില്ല എന്ന് നടിച്ചേക്കാം. കള്ളമല്ലേ എല്ലാം കള്ളമല്ലേ മായ കണ്ണനല്ലേ. എന്നിരുന്നാലും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല. അടിയന്റെ ദുഃഖം പാട്ടേറെ പാടി തളർന്നു യശോദ, എന്നിട്ടും ഉണ്ണി ഉറങ്ങിയില്ല. പാട്ടൊക്കെ എത്രേ പകർന്നു കൊടുത്തു, എന്നിട്ടും ഉണ്ണി ഉണർന്നതില്ല. കള്ളമല്ലേ മായ കണ്ണനല്ലേ. എന്നിരുന്നാലും ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കില്ല അടിയന്റെ ദുഃഖം. കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ എന്ന് നൊന്തു വിളിച്ചാൽ നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും കണ്ണിൽ കണ്ടതും വീണ് കിട്ടിയതും സ്വപ്നം കണ്ടതും എല്ലാം ഉപേക്ഷിച്ചാണ് നാമസങ്കീർത്തനത്തിലൂടെയുള്ള ഈ പരിത്യാഗത്തിന്റെ യാത്ര. ഇതിലേക്ക് എന്നെ നയിച്ച ഓരോ പിഞ്ചു മനസ്സിലും, ഓരോ പിഞ്ചു പാദങ്ങളിലും 100 കൈകളുണ്ടെങ്കിൽ 1000 കൈകളുണ്ടെങ്കിൽ പ്രണമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ഒരുമിച്ച് ആ കൃഷ്ണനെ വിളിക്കാം. കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ
ഒരു നോട്ടമെങ്കിലും നൽകാതിരിക്കില്ല എൻ്റെ കണ്ണുനീർ. കൃഷ്ണ ഹരേ കൃഷ്ണ തിരുവമ്പാടി കണ്ണ മുത്തേ ശ്രീ വിശ്വരൂപ ഗുരുവായൂരപ്പ മനമാർന്നു വിളിച്ചിടുന്നേ. ഈ ജന്മമല്ലെങ്കിൽ വരും ജന്മമെങ്കിലും കാണാതിരിക്കരുതേ അടിയന്റെ ദുഃഖം. കൃഷ്ണ ഒരുമൈപ്പിയ ഞാൻ ജനിച്ചുവെങ്കിലിന്റെ തിരുമുടി കുടങ്ങയിൽ തപസ്സിരിക്കും. ഒരുമൈപ്പിയാൽ ഞാൻ ജനിച്ചുവെങ്കിൽ നിന്റെ തിരുമുടി കുടങ്ങയിൽ തപസ്സിരിക്കാൻ തുളസീദളമാഴത്തിൽ വീഴാൻ ഗുരുവായൂരപ്പന്റെ പാദത്തിൽ തുളസീദളമായി വീഴാൻ ഭഗവാൻ.